الله يحب المتوكلين. വിശുദ്ധ ഖുർആനിന്റെ ആശയം വളരെ മനോഹരമാണ്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, നബിയെ അല്ലാഹു അങ്ങേക്ക് നൽകിയ മഹത്തായ ഒരു കരുണ കൊണ്ടാണ്, കാരുണ്യം കൊണ്ടാണ് അങ്ങേക്ക് മനസ്സിന് അല്ലാഹു അലിവ് നൽകിയത്. അപ്പൊ തങ്ങളെയൊക്കെ എത്രയോ ടോർച്ചർ ചെയ്തിട്ടുണ്ട് ആളുകൾ. അന്ന് ഫേസ്ബുക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അന്നത്തെ നാവ് കൊണ്ട് തന്നെ കിട്ടാവുന്നതിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ടോർച്ചർ ഹബീബായ തങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ തങ്ങളുടെ പ്രതികരണം അതിന് മൗനമായിരുന്നു. അള്ളാഹു പ്രതികരിച്ചിട്ടുണ്ട്. അള്ളാഹു പ്രതികരിച്ചതാണ് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അത് അബൂലഹബ് തങ്ങളോട് ഒരു മോശവാക്ക് പറഞ്ഞപ്പോ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി കൊടുത്തില്ല, അള്ളാഹു മറുപടി കൊടുത്തു. തബ്ബൻ ലക യാ മുഹമ്മദ്, തബ്ബൻ ലക അലിഹാദാ ജമഅതനാ, നിങ്ങൾക്ക് നാശം, ഇതിനാണോ ഞങ്ങളെ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചപ്പോഴേ അതിന് റസൂലുള്ളാഹി തങ്ങൾ മറുപടി കൊടുത്തിട്ടില്ല. അള്ളാഹു മറുപടി കൊടുത്തു, അബൂജഹലിനാണ് നാശം, അവൻ നശിച്ചിരിക്കുന്നു. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, അവന്റെ മക്കളും സമ്പത്തൊന്നും നാളെ അവന് ഉപകാരപ്പെടില്ല. എന്റെ റസൂലിന് നാശം എന്ന് പറഞ്ഞവനാണ് നാശം. അള്ളാഹു മറുപടി പറയാണ്. തങ്ങൾ മൗനമാണ് പാലിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ സുന്നത്ത് പറയുമ്പോൾ നമ്മളിത് ശരിക്കും മനസ്സിലാക്കണം.